അടുത്തതായി നമ്മൾ പഠിക്കുന്നത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയും. എന്താണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ? അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് വാല്യൂസിനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നു എന്നർത്ഥം. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ കാണാം ഈക്വൽ ടു. അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും വരേണ്ടത് ഈക്വൽ ടു ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈക്വൽ ടു എ ഈക്വൽ ടു ബി. അപ്പോൾ എയുടെ വാല്യൂ 10, ബിയുടെ വാല്യൂ 3. അപ്പോൾ റിസൾട്ടിൽ വരുമ്പോൾ എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ ബിയിലെ വാല്യൂ എന്താണോ അത് എയിലേക്ക് അസൈൻ ചെയ്തു. അപ്പോൾ അവിടുത്തെ വാല്യൂ 3 ആയിട്ട് മാറുന്നു. അടുത്തത് പ്ലസ് ഈക്വൽ എ പ്ലസ് ഈക്വൽ ബി എന്ന് പറഞ്ഞാൽ എ ഈക്വൽ എ പ്ലസ് ബി എന്നാണ് അർത്ഥം. 10 + 3 നമുക്ക് 13 എന്ന് കിട്ടുന്നു. അതേപോലെ മൈനസ് ഈക്വൽ എ മൈനസ് ഈക്വൽ ബി എന്ന് പറഞ്ഞാൽ എ ഈക്വൽ എ മൈനസ് ബി എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ഇവിടെ 10 - 3 അപ്പോൾ നമുക്ക് 7 കിട്ടുന്നു. പിന്നെ സ്റ്റാർ ഈക്വൽ അപ്പോൾ എ ഇൻറ്റു ഈക്വൽ ബി എന്ന് പറഞ്ഞാൽ 10 × 3 അപ്പോൾ നമുക്ക് 30 എന്ന് കിട്ടുന്നു. ഇനി ബൈ ഈക്വൽ എ ബൈ ഈക്വൽ ബി എന്ന് പറഞ്ഞാൽ എ ഈക്വൽ എ ബൈ ബി എന്നാണ് അർത്ഥം. അപ്പോൾ 10/3 അപ്പോൾ നമുക്ക് 10/3 ചെയ്യുമ്പോൾ 3.33 എന്നാണ് കിട്ടുക. ഇനി മോഡുലസ് ഈക്വൽ. മോഡുലസ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ചിഹ്നമാണ് യൂസ് ചെയ്യണത്, റിമൈൻഡറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 10 മോഡുലസ് ബി അതായത് 10 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു.